ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് വാഞ്ചോ കേക്കാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഗായ്സ് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഒരു കപ്പ് ആൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് 3 പ്രാവശ്യം സ്കിപ്പ് ചെയ്യാതെ അരിച്ചെടുക്കുക. അടുത്തൊരു വലിയ ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇലക്ട്രിക് ബീറ്ററോ വിസ്കോ മിക്സിംഗ് ഗ്രൈൻഡറോ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കുക. പാലൊഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അടുത്തത് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ കുറച്ചായി ഇട്ട് കൊടുത്ത് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഡാർക്ക് കളർ ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഓവൻ സെറ്റപ്പ് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ നമ്മുടെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ബാറ്റർ ട്രേയിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മുടെ എയർ ബബിൾസ് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് ഇറക്കി വെച്ച് ഒരു 30 തൊട്ട് 35 മിനിറ്റ് ബേക്ക് ചെയ്യുക. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഡീമോൾഡ് ചെയ്തെടുക്കുക. പിന്നെ ബട്ടർ പേപ്പറൊക്കെ കളഞ്ഞ് അത് മാറ്റി വയ്ക്കുക. ഇനി അത് ത്രെഡ് വെച്ച് നമ്മുടെ കേക്ക് 2 ലെയറായി കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് നൈഫും ഉപയോഗിക്കാം. നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഫുൾ സ്പീഡിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് 1/4 കപ്പ് വെള്ളവും അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗറും ഇട്ട് ചൂടാക്കി എടുക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് തണുത്തതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ 2 ലെയറിലും ഒഴിച്ചു കൊടുക്കുക. കേക്കിൻ്റെ 2 ലെയർ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ചെറുപ്പിളയിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് ഫസ്റ്റ് ലെയർ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുക.
എന്നിട്ട് സ്പാൽ നൈഫ് വെച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ലെവലാക്കി എടുക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂർ ഫ്രീസർ വയ്ക്കുക. അടുത്തൊരു കടായിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് റെഡ് ഫുഡ് കളർ 2 ഡ്രോപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്. ഇനി എൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ് ഞാൻ 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് കൊക്കോ പൗഡർ വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെവൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ യെല്ലോ ഫുഡ് കളറും പിന്നെ വിപ്പിംഗ് ക്രീമും കൂടെ ബീറ്റ് ചെയ്ത് സൈഡ് ഫുൾ ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് വാഞ്ചോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ്. വാലിട്ട് മെൽറ്റായി പോകുന്ന നല്ല സ്പോഞ്ചിയും ജ്യൂസിയും ആയിട്ടുള്ള വാഞ്ചോ കേക്കാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് വാഞ്ചോ കേക്ക്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ നന്ദൻ എന്ന ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക.